നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനസമ്പർക്ക പരിപാടികൾ സമാപിച്ചാൽ അർഹതപ്പെട്ടവർക്കെല്ലാം BPL റേഷൻ കാർഡ് നൽകുന്നതിന് നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി. മലപ്പുറത്ത് നടന്ന ജനസമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാനിംഗ് ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിട്ടും ടെൻഡർ നടപടി പോലും നടക്കാതെ ഗ്രാമീണ റോഡ് പണികൾ അനിശ്ചിതകാലമായി നീളുന്നു. കരുവാരക്കുണ്ടിൽ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത്. വേനൽ ആരംഭിച്ചപ്പോഴേക്കും മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പല കുടുംബങ്ങളും ആശ്രയിക്കുന്നത് മലിനജല സ്രോതസ്സുകളെ. മേഖലയിൽ ജലമൂറ്റലും സജീവം. കലോത്സവങ്ങൾക്ക് പിറകെ കേരളോത്സവങ്ങളും സമാപിക്കുന്നു. കരുളായിലും കാളികാവിലും കേരളോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കരുളായിൽ വാസ്കോ വാരിക്കലും കാളികാവിൽ ചെങ്കോട് വിവ ക്ലബും ജേതാക്കളായി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ അർഹതപ്പെട്ട എല്ലാവർക്കും BPL റേഷൻ കാർഡ് നൽകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും 14 ജില്ലകളിലെയും ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞയുടൻ ഇതിനായി സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മലപ്പുറം MSP ഗ്രൗണ്ടിൽ ജനസമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസമ്പർക്ക പരിപാടിയിൽ ധനസഹായം അനുവദിക്കുന്നത് ചട്ടങ്ങൾ പാലിച്ചിട്ടല്ലെന്ന് ധനകാര്യ വകുപ്പ് ചൂണ്ടിക്കാട്ടിയത് അവഗണിക്കുന്നില്ലെന്നും അടുത്ത ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനസമ്പർക്ക പരിപാടിയിൽ എത്തുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്നത് ചട്ടം ലംഘിച്ചിട്ടല്ലെന്നും ചികിത്സാ ധനസഹായത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക നേരത്തെ ചെലവഴിച്ചു കഴിഞ്ഞതായും അർഹതപ്പെട്ടവർ മുന്നിലെത്തുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്നും അതിനാലാണ് ധനസഹായം അനുവദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ജനസമ്പർക്ക പരിപാടിയുടെ ലക്ഷ്യമെന്നും ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ കൂട്ടായ്മയാണ് ജനസമ്പർക്ക പരിപാടിയുടെ ശക്തിയെന്നും ഈ കൂട്ടായ്മ നാടിന്റെ വികസനം ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലുള്ള ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ് ജനസമ്പർക്ക പരിപാടിയിലെ ജനക്കൂട്ടമെന്ന വിമർശനം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലുള്ള സംവിധാനത്തിൽ പോരായ്മകളുണ്ടെന്ന് സമ്മതിക്കുന്നുവെന്നും ജനസമ്പർക്ക പരിപാടിയിൽ കിട്ടുന്ന പരാതികളും അനുഭവങ്ങളും മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, AP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. MLA മാരായ P ഉബൈദുള്ള, KN ഖാദർ, C മമ്മൂട്ടി, KT ജലീൽ, P ശ്രീരാമകൃഷ്ണൻ, MP അബ്ദുൽ സമദ് സമദാനി, മഞ്ഞളാംകുഴി അലി, അഡ്വക്കേറ്റ് M ഉമ്മർ, PK ബഷീർ എന്നിവർ സന്നിഹിതരായിരുന്നു. ജില്ലാ കലക്ടർ MC മോഹൻദാസ് സ്വാഗതവും ADM NK ആന്റണി നന്ദിയും പറഞ്ഞു. കരുവാരക്കുണ്ടിൽ ചുമട്ട് തൊഴിലാളികളുടെ പണിമുടക്ക് 3-ാം ദിവസവും തുടരുന്നു. പണിമുടക്കിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് പോലീസ് അധികൃതരും വ്യാപാരി പ്രതിനിധികളും തൊഴിലാളികളും നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കൂലി വർധനവ് ആവശ്യപ്പെട്ടാണ് ചുമട്ട് തൊഴിലാളികൾ പണിമുടക്കുന്നത്. കരുവാരക്കുണ്ട് ഹെഡ് ലോഡിംഗ് തൊഴിലാളികളുടെ പണിമുടക്ക് സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് കരുവാരക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളികളും വ്യാപാരികളും നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. കരുവാരക്കുണ്ട് കിഴക്കിത്തലയിലെ 20ഓളം ഹെഡ് ലോഡ് തൊഴിലാളികളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂലി പ്രശ്നത്തിന്റെ ഭാഗമായി പണിമുടക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നിലവിലെ കയറ്റിറക്ക് കൂലി വ്യവസ്ഥ പുതുക്കി ഇന്നത്തെ ജീവ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒക്ടോബർ മാസത്തിൽ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. 2 മാസത്തിൽ കൂടുതൽ സമയം നൽകിയിട്ടും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമരം തുടങ്ങിയത്. പലതവണ ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനമാവാതെ പിരിയുകയായിരുന്നു. ഇന്ന് വന്ന മുഴുവൻ ലോഡുകളും രാവിലെ മുതൽ തന്നെ തൊഴിലാളികൾ തടഞ്ഞു നിർത്തുകയായിരുന്നു. എന്നാൽ തൊഴിലാളികൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് കൂലി കൊടുക്കുന്ന വ്യാപാരികളുടെ ചരക്കുകൾ കയറ്റിറക്കുന്നുമുണ്ട്. നിലവിലെ കൂലി വ്യവസ്ഥയിൽ നിന്നും 60% വരെ വർധനവ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടുമ്പോൾ ഹെഡ് ലോഡ് ലേബർ ക്ഷേമ ബോർഡ് തീരുമാനമുള്ള കൂലി മാത്രമാണ് ഞങ്ങൾ നൽകുകയെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഹെഡ് ലോഡ് ലേബർ ക്ഷേമ ബോർഡിന്റെ ചെയർമാന്റെ മുമ്പിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും പരിഹാരം കാണാതെ പിരിയുകയായിരുന്നു. പലതവണ ചർച്ച നടത്തിയിട്ടും പരിഹാരം കണ്ടെത്താത്തതിനെ തുടർന്നാണ് പോലീസ് ഇൻസ്പെക്ടർ തൊഴിലാളികളെയും യൂണിയൻ നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. എന്നാൽ പണിമുടക്കല്ല ഞങ്ങൾ നടത്തുന്നതെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചു പോകാനുള്ള ആനുകൂല്യം കിട്ടണമെന്ന് വേണ്ടപ്പെട്ടവരെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും തൊഴിലാളി യൂണിയൻ നേതാവായ M കുഞ്ഞാണി പറഞ്ഞു. അർഹമായ വേതനം കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്ഷേമനിധി ബോർഡിക്ക് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുമായി ചർച്ച നടത്തി കഴിഞ്ഞ 22-ാം തീയതി. അതിലും ആ ചർച്ച വിജയിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സമരമല്ല, ഇവിടെ വ്യാപാരികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂലിയും കൊടുക്കുന്നുണ്ട്. ഇന്നലെയും പണിയെടുത്തിരുന്നു. ക്ഷേമനിധി ബോർഡിൽ നിന്നും പൈസ അടച്ചിട്ടുമുണ്ട്. സമരം ഇവിടെ അല്ല, സമരം ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. ചോക്കാട് മരുതങ്കാട് നൂറുൽ ഇസ്ലാം പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെയും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണ് പരിശോധന സംഘടിപ്പിച്ചു. ചടങ്ങിൽ 175ഓളം രോഗികളെ ചികിത്സിച്ചു.
ഇത്തരത്തിലുള്ള ഇവിടെ നടക്കുന്ന നേത്ര രോഗ ക്യാമ്പും നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ നിന്ന് തന്നെ രോഗനിർണയവും ആശുപത്രിയുടെ കീഴിലാണ് ഈ ക്യാമ്പുകൾ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സൗജന്യ കണ്ണുപരിശോധനയും സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചത്. മരുതങ്കാട് നൂറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 175ഓളം രോഗികളെയാണ് ഡോക്ടർമാർ പരിശോധന നടത്തിയത്. ഇതിൽ 20ഓളം പേരെ തിമിര ശസ്ത്രക്രിയയ്ക്ക് 30ഓളം പേർക്ക് കണ്ണടയും നിർദ്ദേശിച്ചു. മെഡിക്കൽ ക്യാമ്പ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം അന്നമ്മ മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം VP മുജീബ് റഹ്മാൻ, ജൂനിയർ ഹെൽത്ത് നഴ്സ് സുഭദ്ര, സദർ മുഹല്ലമി, മോയിൻ മുസ്ലിയാർ, VP അസ്കർ എന്നിവർ സംസാരിച്ചു. ചടങ്ങുകൾക്ക് KP സലാഹുദ്ദീൻ, KC അസ്കർ, K ഷഫീ സക്കീർ, C സമീർ, PP ഫിറോസ്, സലീം എന്നിവർ നേതൃത്വം നൽകി. റോഡുകൾ നന്നാക്കുന്നതിന് പ്ലാനിംഗ് ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിട്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ടെൻഡർ നടപടി പോലും പൂർത്തിയാക്കാത്തതിനാൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികൾ. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലെ ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താതെ ഗതാഗതം തടസ്സമാവുന്നത് നിത്യസംഭവമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ റോഡ് പണിക്കായുള്ള ടെൻഡർ പോലും വിളിക്കാൻ ഇതുവരെയും കഴിയാതെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ വിഷയം ഗൗരവമായി കാണാത്തതിൽ വ്യാപകമായ പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ കരട് പദ്ധതി രേഖയിൽ മുഴുവൻ ഗ്രാമീണ റോഡുകളും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് പ്ലാനിംഗ് ബോർഡിന് അംഗീകാരത്തിനായി വിട്ടിരുന്നു. ഇതുപ്രകാരം പുറത്തുവന്ന പദ്ധതി രേഖയിൽ എല്ലാ വാർഡുകളിലെയും ഗ്രാമീണ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താനും അംഗീകാരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ അംഗീകാരം ലഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ടെൻഡർ വെക്കാനും വേഗത്തിലാക്കാനും അധികാരികൾ തയ്യാറായിട്ടില്ല. മാർച്ച് 30-നകം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനനുവദിച്ച ഫണ്ട് ലാപ്സായി പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വികസന രേഖയ്ക്ക് അംഗീകാരമാവാൻ തന്നെ സമയമെടുക്കും. കേരള പൂച്ചപ്പടിയിലെ പൊളിഞ്ഞ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരുമായി തർക്കമുള്ളതിനാൽ പല പ്രവൃത്തികളും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് ഇതിനകം പല സംഘടനകളും ആവശ്യമുയർത്തിയിട്ടുണ്ട്. കരുളായിലെ അയ്യപ്പ ഭക്തർ ഒരുക്കിയ 2ാമത് ദേശവിളക്കിന് സമാപനമായി. ചടങ്ങിനോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകുന്നേരം സംഘടിപ്പിച്ച സമൂഹ സദ്യയിൽ 5000ഓളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബുധനാഴ്ച പുലർച്ചെ 4 മണിക്ക് ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ഉച്ചപൂജ, കേളികൊട്ട് എന്നിവ നടന്നു. തുടർന്ന് വൈകുന്നേരം അമ്പലപ്പടി ഫസ്ലെ ഉമർ ഇംഗ്ലീഷ് സ്കൂളിന് സമീപത്തു നിന്നും ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളത്ത് ദേശവിളക്ക് സംഘടിപ്പിച്ച കരുളായി ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് സമാപിച്ചത്. തുടർന്ന് നടന്ന ദീപാരാധനയ്ക്ക് ശേഷം കരിമ്പിൽ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ മതപ്രഭാഷണത്തിനും വിളയിൽ പറപ്പൂർ ചന്ദ്രൻ ആൻഡ് പാർട്ടിയുടെ തായമ്പയ്ക്കും ശേഷം നടന്ന സമൂഹ സദ്യയിൽ 5000ഓളം ആളുകൾ പങ്കെടുത്തു. തുടർന്ന് അയ്യപ്പൻ പാട്ട്, കനലാട്ടം, പൊലിപ്പാട്ട്, തിരിയൊഴിച്ചിൽ, ഗുരുതി തർപ്പണം എന്നിവയ്ക്ക് നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത്. ഗുരുസ്വാമി കാവന്നൂർ പരമേശ്വരനാണ് ദേശവിളക്കിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഭക്തിയുടെ നിറവിൽ 2ാം തവണയും ദേശവിളക്ക് ഒരുക്കുന്നതിന് കമ്മിറ്റി ഭാരവാഹികളായ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ രവീന്ദ്രൻ, സേതുമാധവൻ, രാമകൃഷ്ണൻ, കടമ്പത്ത് ഉണ്ണി, വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. പൂക്കോട്ടുംപാടം പറമ്പ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങ് സ്കൂൾ പ്രധാനാധ്യാപകൻ B തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതിനായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് DT മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർ A സിദ്ദീഖ് ഹസൻ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. തുടർന്ന് സ്റ്റാഫ് സെക്രട്ടറി M ശ്രീജിത് കുമാർ, പ്രീ പ്രൈമറി അധ്യാപിക ദീപ, CP ബിന്ദു എന്നിവർ പ്രഭാഷണം നടത്തി. ഇനി ഒരു ഇടവേള.